കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിന് അഭിഷേകം, വചനത്തിന് അഭിഷേകം, ആത്മസൗഖ്യത്തിന് അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ പിതാവിന്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ഞങ്ങൾക്ക് വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളെ വചനത്തിലൂടെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളടിച്ച് നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ടെലിവിഷനിലൂടെയും ഷാലോം ടെലിവിഷനിലൂടെയും കൃപാസനത്തിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിലൂടെ വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ഈശോയെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിലാനന്ദമേ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ കൃപാസനത്തിന്റെ വിവിധ ശുശ്രൂഷ മേഖലകളെ ഈ സമയം ആരാധനയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മേഖലകളെയും ഒപ്പം തന്നെ കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലോകത്തിൽ കൊടുക്കുവാനുള്ള ഞങ്ങളുടെ വിവിധങ്ങളായ പരിശ്രമങ്ങളെല്ലാം ഈശോയെ ദൈവപിതാവിന്റെ വലിയ കയ്യൊപ്പുണ്ടാകുവാനും എല്ലാം വിജയത്തിലെത്തിക്കുവാനുള്ള വലിയ കൃപ ഈശോയെ ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടറും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 69 സങ്കീർത്തനം 69:9 തിരുവചനം. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. അത് സങ്കീർത്തനം പറയണത്, കർത്താവേ അങ്ങയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. ശരിയായി സംയോജിപ്പിച്ചിരിക്കുന്ന നഗരമായ ജെറുസലേമേ, നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ എൻ്റെ കാലുകൾ നിന്റെ പടിവാതിൽക്കൽ ഊന്നിയിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. വായിച്ചോളൂ. 122 സങ്കീർത്തനം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്ന ദാവീദിന്റെ ഭവനത്തിന്റെ ന്യായാസനങ്ങൾ. ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്റെ സ്നേഹമായെന്നിൽ നീ വന്നു വാഴണേ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായെന്നിൽ നീ വന്നു വാഴണേ. മക്കളെ, എല്ലാ സങ്കടങ്ങളെയും നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ഉത്കണ്ഠകളെയും അതിജീവിക്കാനുള്ള ഒരു മറുമരുന്നാണ് എന്താണ്? ദൈവത്തിൻ്റെ സന്നിധാനം. എന്താണ്? കർത്താവിൻ്റെ ആലയത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യം പ്രാപിക്കട്ടെ. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ദൈവസ്നേഹമാണ്. അതായത് ജെറുസലേം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് എന്ന് ഞങ്ങൾ പോകാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അവിടെ എത്തിയതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തകൻ്റെ സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണ മുമ്പ് തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകണം. അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് ആലപ്പുഴ പോകാം, അവിടെ ഒരു മാതാവുണ്ട്, അവിടെ കൊണ്ട് അപേക്ഷ എഴുതിയിട്ടാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിരിക്കണല്ലേ. അങ്ങനെ കുറേ കാണ്ടാമൃഗങ്ങൾ വന്നിട്ടുണ്ട്. അതല്ല സംഭവം. നിങ്ങൾ ദൈവം സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ജന്മത്തിൽ ഈ ആയുസ്സിൽ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടോ, നിങ്ങളുടെ കുടുംബത്തിൽ മക്കളെ കഞ്ചാവിന് അടിമയായോ, അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതൊരു പ്രശ്നമേ അല്ല. അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ മണ്ണിൽ മാറിയ ചരിത്രമാണ് കൃപാസനത്തിൻ്റെ ചരിത്രം. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ പ്രശ്നം എന്താണ്? ദൈവത്തെ സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചിട്ട് ആ വിളി മനസ്സിലാക്കാത്ത പോലെയല്ലേ നമ്മുടെ പ്രശ്നം. ഇപ്പോഴെന്താ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? ഈ കവനൻ്റിലൂടെ, ഈ ഉടമ്പടിയിലൂടെ എൻ്റെ പൈതലെ, നീ ഇപ്പോൾ നിൻ്റെ ദൈവവുമായിട്ട് നിരപ്പാകാൻ പോകുന്നു. നീ ദൈവമായിട്ട് ധാരണയാകാൻ പോകുന്നു. നിന്റെ ദൈവത്തെ സ്നേഹിക്കാനുള്ള അവസരം നീ തിരിച്ചറിയുന്നു. അവൻ സ്നേഹിച്ചുകൊണ്ട് നീ തീഷ്ണതയായി ജ്വലിച്ചുകൊണ്ട് നീ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ പോകുന്നു. മറ്റാരും നിന്നെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ വേണ്ടി ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ദാറ്റ് ഈസ് കവനന്റ്. അതാണ് ഉടമ്പടി. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. തീഷ്ണതയിലും അന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയോടെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. മഹത്വം മഹത്വം. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ. ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കാൻ ആ സ്നേഹത്തിൻ്റെ തീക്ഷ ജ്വലിച്ചുകൊണ്ട് നിന്റെ സത്യസന്ധ വെളിവാക്കിക്കൊണ്ട് ദൈവത്തെ, ഈ ലോകത്തെ ജയിക്കാൻ ദൈവത്തിൻ്റെ സ്വർഗീയ സംവിധാനമാണ് ഉടമ്പടി. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ. ജീവിതം ധന്യമായി തീർന്നിടും. അർച്ചനാജീവി പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രസകരമാണ്. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഞങ്ങൾക്ക് കുറേ കടങ്ങൾ ഉള്ളതാണ് ബാങ്കിൽ. ഇപ്പോൾ 2 മക്കളുണ്ട്. 2 മക്കൾക്കും വിദേശത്ത് പോയി പഠിക്കണം. അപ്പോൾ ആദ്യത്തെ കടമ്പ IELTS ആണ്. അത് 5, 6, 10 പ്രാവശ്യമൊക്കെ ആൾക്കാർ എഴുതണത്. പിന്നത്തെ കടമ്പയെന്ന് പറയണത് പണമാണ്. അതിനും കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചാണ് ആൾക്കാർ 10-20 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തിനും ജനങ്ങൾ
വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. ഈ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, കർത്താവല്ലാതെ ചെയ്യണത് നിങ്ങളാണെന്ന് ഓർത്തേക്കണം. അത് ഉടമ്പടി അനോയിൻറ്റിങ് ലെവലിലായിട്ടില്ല, ഇപ്പോഴും മസ്കുലർ മാനുവൽ ലെവലിൽ കിടക്കുകയാണ്. ഉടമ്പടിക്ക് 2 ലെവലുണ്ട്. ഒന്ന് അനോയിൻറ്റിങ് ലെവൽ, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല, അത് കർത്താവ് തന്നെ ചെയ്യും. മകൻ ഒറ്റ പ്രാവശ്യം പോയി IELTS എഴുതി, അപ്പം തന്നെ ജയിച്ച്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അതിൻ്റെ പൈസ സെറ്റാകാനും ഒരു തടസ്സമില്ല. അതായത് അവൻ ജയിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും, ഒരു ഭർത്താവിനൊരു സ്നേഹിതരുണ്ടായിരുന്നു, അവൻ ചോദിച്ചും പിടിച്ച് വന്ന് പറഞ്ഞു, മകനെ വിടുന്നില്ലേ, കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. സിമ്പിൾ, എല്ലാം സിമ്പിൾ. നോക്കിയേ, ഇതിന് മസിലില്ല, മാനുവലില്ല, എല്ലാം എന്താണ്, ദൈവം നേരിട്ട് നിന്ന്, അതായത് ഈശോ നേരെ വീട്ടിൽ വന്നിട്ട് നിർത്തി, നമ്മൾ നിർത്തി കാര്യസ്ഥനായിട്ട് വന്നിട്ട് നിന്ന് ചെയ്യിക്കും. അവിടെ പോയി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യിക്കും. ഇവളെ പിന്നെ 3ാമത് കാര്യം പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ മനസ്സ് മാറിപ്പോയെന്ന്. അവസാനം ഉടമ്പടി അവസാനിപ്പിക്കണം അങ്ങനെയാണ്. എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. ഇപ്പോഴെന്താണ്, എൻ്റെ ശമ്പളം കൂടി, എൻ്റെ മനസ്സും മാറിപ്പോയെന്ന്. ശ്രുതികട ഹല്ലേലൂയ. അതായത് ഇതൊന്നും ഏക്കാത്തൊരു മനസ്സ് കർത്താവ് കൊടുത്തവർക്ക്, ഇതൊന്നും ഏക്കാത്ത ഒരു മനസ്സ്. നമ്മൾ എസെക്കിയേൽ 36 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ ഇതേ എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് എസെക്കിയേൽ 36:26. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ദാറ്റ്സ് ഓക്കേ. പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ മക്കൾ, ഇതിൻ്റെ വിഷയമെന്ന് പറയുന്നത് അനോയിന്റഡ് ഹാർട്ടാണ്. നമ്മൾ അനുഭവത്തിലേ, ദൈവവചനത്തിൻ്റെ അനുഭവത്തിൽ അതെങ്ങനെയാണെന്നാണ്. ദൈവവചനത്തിൻ്റെ അനുഭവത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ വേവ് ലെങ്തിൽ ദൈവാനുഭവം പ്രാപിച്ചവരുടെ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു ഹൃദയം ഇവർക്ക് വെച്ച് കൊടുക്കും ദൈവം. ഈ ഒരു പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ഹൃദയം, മാംസമായ ഹൃദയം, കഠിന ശിലാതുല്യമായ ഹൃദയം എന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനോടും നമുക്ക് നിരാശ, സങ്കടം, ദേഷ്യം, അരിശം, കോപം ഇങ്ങനെയൊക്കെ തോന്നുന്ന അതായത് ശിലാതുല്യമായ ഹൃദയം അതെന്ത് ചെയ്യും? എടുത്തു മാറ്റുമെന്നാണ്. അപ്പം നിൻ്റെ കോപം മാറണില്ല, നിൻ്റെ എടുത്തുചാട്ടം മാറണില്ല, മുൻകോപം മാറണില്ല എന്നൊക്കെ നീ പറയല്ലേ. നമുക്ക് വേണമെങ്കിൽ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാസ, നിത്യാസ, സമാധിയിലൂടെ വേണമെങ്കിൽ നമുക്ക് മാനുഷികമായിട്ട് ഒരു
ആധ്യാത്മിക യുദ്ധത്തിൽ ഏർപ്പെടുത്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാൻ പറ്റും. പക്ഷേ ദൈവികമായ കാര്യം ഈ മാനുവലിലല്ല നടക്കുന്നത്. ദൈവം തന്നെ എടുത്ത് മാറ്റുകയാണ്. ശിലാഹൃദയം എടുത്തു മാറ്റും. ഒരു സുപ്രഭാതത്തിൽ ദൈവം ആ സംഭവം എടുത്ത് മാറ്റും. കോപിക്കുന്ന സ്വഭാവം എടുത്ത് മാറ്റും. ദേഷ്യപ്പെടുന്ന സ്വഭാവം എടുത്ത് മാറ്റും. എടുത്തുചാട്ടത്തിൻ്റെ സ്വഭാവം എടുത്ത് മാറ്റും. വെറുപ്പിൻ്റെ സ്വഭാവം എടുത്ത് മാറ്റും. ദൈവം എടുത്ത് മാറ്റും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ഉടമ്പടി എടുത്ത ദൈവ പൈതലാണ്. എന്റെ കോപിക്കുന്ന സ്വഭാവത്തെ, കഠിനമായ ഹൃദയത്തെ, പ്രതികാരമുള്ള ഹൃദയത്തെ, ദേഷ്യമുള്ള ഹൃദയത്തെ എടുത്തു മാറ്റണമേ. എന്നിൽ അങ്ങയുടെ ഹൃദയത്തെ, ദൈവഹൃദയത്തെ പുനഃസ്ഥാപിക്കണമേ. എസെക്കിയേല് 36:26 ദൈവഹൃദയത്താൽ, പുതിയ ഹൃദയത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മകളെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ അനുഗ്രഹം പ്രാപിച്ച് ആശ്വാസം പ്രാപിച്ച സ്ഥലത്ത് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ അബാൻഡൻ ചെയ്തിട്ടില്ല. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന് പ്രത്യേകമായ തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നിന്റെ സ്നേഹത്താൽ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയാം. തിരഞ്ഞെടുത്തുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ നീ കർത്താവ് അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട ദിവ്യ മന്ദിരത്തിൽ നീ ആയിരിക്കുമ്പോൾ അതിൽ ആശ്രയിച്ചുകൊണ്ടും അത് ലൈവ് ഓൺലൈനെ കണ്ടുകൊണ്ട് ഓൺലൈനിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലങ്ങൾ തീരാൻ പോവുകയാണ്. നിന്നെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിൻ്റെ എല്ലാവിധ ജീവിത മണ്ഡലങ്ങളും കർത്താവ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ അപമാന ഭാരത്തെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് കാനായിലെ കല്യാണത്തിൽ തൻ്റെ പുത്രനോട് കർത്താവ് അമ്മ അടയാളം ആവശ്യപ്പെട്ടതുപോലെ അതേ അമ്മ തന്നെ അൾത്താരയിൽ കൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ പുത്രനോട് അടയാളം ആവശ്യപ്പെടുന്ന സ്വർഗീയ നിമിഷങ്ങൾ, ഉടമ്പടി നിമിഷങ്ങളിലേക്ക് കർത്താവ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക കടങ്ങളെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഭൗതികമായ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഴുതിയ പരീക്ഷയിൽ റിസൾട്ടിന് സംശയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഞ്ചാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാൻ കാത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തരം ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ വചനത്തിൽ ശ്രവിച്ചതുപോലെ മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ എന്ന് ദാഹത്തോടുകൂടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ